അപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കോഴിക്കോട് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർ വയനാട്ടിലേക്കുള്ള ബത്തേരി ബസ്സിൽ കയറുക. അതിനുശേഷം കൽപ്പറ്റ കഴിഞ്ഞിട്ട് കാക്കവയൽ എന്നൊരു സ്പോട്ടുണ്ട്, അവിടെയാണ് ബസ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ചെറിയ മിനി ബസ് നമ്മുടെ ഈ കാരാപ്പുഴ ഡാമിലോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം 18 രൂപയാണ് ഒരാൾക്ക് ബസ് ഫെയർ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഏജോമൻ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ യാത്രയെ സ്നേഹിച്ച് യാത്ര നടത്തി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാരാപ്പുഴ ഡാമിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇന്ന് എത്തിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. പാർക്കിംഗ് ഇവിടെ തികച്ചും ഫ്രീ ആണ്. അതിനുശേഷം ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറുക. അപ്പോഴാണ് നമ്മുടെ കീശ കീറുവാൻ പോകുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഡാമിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. കണ്ടില്ല, ഒരു വി ഷേപ്പൊക്കെ, വി ഫോർ വിക്ടോറി, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇതിന് അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത്. ആദ്യം ഇവിടെ ടിക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവിടെ ടിക്കറ്റ് സംവിധാനം ഏർപ്പാടാക്കിയത്. ഇവിടെ വരുന്നവരുടെ കയ്യിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായും കയ്യിൽ വേണം. ഇല്ലാത്തവരെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തതുകൊണ്ട്. അതിനുശേഷം നമ്മുടെ പേരും നമ്പറും ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷമാണ് നമ്മളെ ഡാമിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. ഉള്ളിലെ കാഴ്ചകൾ കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗാർഡനിങ് അതേപോലെ വോക്ക് വേ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗൾഫ് നാട്ടിലൊക്കെ പോയൊരു ഫീലിംഗാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. നമ്മളീ കാണുന്ന ഈ പാർക്കിനകത്ത് തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ധാരാളമുണ്ട്. അതിൽ ട്രംബോളിംഗ് പാർക്ക്, ബഗ്ഗി ട്രംബോളിംഗ്, അതുപോലെ സിപ്പ് ലൈൻ, അതൊക്കെ ആസ്വദിക്കുക. അതേമാതിരി അതിലൊക്കെ കയറേണ്ടവർക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ ഇവിടെ ഇത്രയ്ക്കധികം വികസനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് ഇവിടെ ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മതിലുകളിലൊക്കെ കൊത്തുപണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പണികൾ നടക്കുന്നുണ്ട്, എന്നാലും ഒരുവിധം പണികളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഇരിക്കുവാനും അതേമാതിരിക്ക് കുടിവെള്ളം അങ്ങനത്തെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ ഡാമിൻ്റെ പാർക്കിനുള്ളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ഡാമിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ വയനാട് ജില്ലയിലെ മുട്ടൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ അണക്കെട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 63 കിലോമീറ്റർ ചുറ്റളവാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് 25 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. NH 212 കാക്കവയലിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഈ ജില്ലയിലെ തന്നെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ നമ്മുടെ എടക്കൽ ഗുഹയുടെ അടുത്ത് നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പാർക്കിനുള്ളിൽ കയറിയതിന് ശേഷം ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ കാര്യം കണ്ടു. അപ്പോൾ ആ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ട്രംബോളിംഗ് പാർക്ക് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വരാം. കാര്യം വലുതായിട്ട് ഒന്നുമില്ലെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കയറുക. അകത്തോട്ട് കയറിയതിന് ശേഷം നമ്മൾ അവിടെ നിന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചാടുക. ചാടുന്നതിനനുസരിച്ച് നമ്മൾ താഴോട്ട് എത്ര ബലം കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. ട്രംബോലൈൻ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറേ അധികം സമയം ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറിയ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇതിനപ്പുറ വശത്ത് എന്താണ് കാണുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എൻ്റെ അമ്മോ, മുകളിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു. ഇവിടുന്ന് നല്ല ആഴുണ്ട് താഴോട്ട്. ഇവിടുന്ന് ഊർന്നിറങ്ങി താഴെ വരെ പോവാം. എന്തായാലും കുട്ടികൾക്കുള്ളതായതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിലൂടെ ഊർന്നിറങ്ങാൻ പോകുന്നില്ല.
ഗൈസ്, അപ്പോൾ നമ്മളിനി പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പോയിന്റിലോട്ടാണ്. അത് നമ്മുടെ സിപ്പ് ലൈനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരാൾ കയറുന്നതിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 390 രൂപയാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പം ഞെട്ടിയില്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചിരുന്നു ഈ സിപ്പ് ലൈനിൻ്റെ ഒക്കെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ജീപ്പിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ല, ഇത് എൻഡിങ് പോയിൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് സിപ്പ് ലൈൻ വഴി ഒരാൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളെ ജീപ്പിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സിപ്പ് ലൈനിലൂടെ വരുന്ന ആളെ എന്തായാലും താഴോട്ട് നോക്കൂല. താഴെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. പക്ഷേ എന്തായാലും സിപ്പ് ലൈനിലൂടെ വരുന്ന ആൾ എന്തായാലും താഴോട്ട് നോക്കൂല എന്നാണ് തോന്നുന്നത്. കാരണം നല്ല പേടിയായിരിക്കും. ഗൈസ്, അപ്പോൾ പണി പാളിയെന്നാണ് തോന്നുന്നത്. അവൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ആവുന്നവരെ തിരിച്ചെത്തിക്കാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് സ്റ്റോപ്പ് ആയതല്ല എന്നാണ്. കാരണം അത്രയ്ക്ക് അവിടുന്ന് സ്പീഡിൽ വന്നിട്ട് ഇവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് അങ്ങനെ അവർ ചെയ്തൊരു സംവിധാനമായിരിക്കും ഈ പരിപാടി എന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഒരു വാച്ച് ടവർ കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാമിൻ്റെ കൂടുതൽ ദൃശ്യഭംഗി നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിലൂടെ നമുക്ക് കാണാം. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഡാമിൻ്റെ ഒരു വശമാണ് ഇവിടുന്ന് കാണുന്നത്. ഇതിൻ്റെ ഷട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഈ കാണുന്നത് ബഗ്ഗി ട്രംബോളിങ്ങിൻ്റെ ഒരു സംവിധാനമാണ്. ഈ ബഗ്ഗി എന്നൊക്കെ പറയുമ്പോൾ പബ്ജി കളിക്കുന്നവർക്ക് എന്തായാലും അറിയാം, അതിലൊരു വണ്ടിയാണത്. അപ്പോൾ ആ ബഗ്ഗി ട്രംബോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയിലൂടെ കെട്ടി വലിച്ച് ബാക്കോട്ട് പോകും. മാക്സിമം നമ്മളെ ബാക്കോട്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു ബാക്കാണ്. ആ പുഷ് ബാക്കിൽ നമ്മൾ മാക്സിമം ആകാശത്തേക്ക് ഇങ്ങനെ തെറിക്കും. നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയാണത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ടീം അതാ താഴെ വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതൊന്ന് കാണാം. അപ്പോൾ അവരിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബഗ്ഗി ട്രംബോളിംഗ് എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾ ഡാമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സൈഡിൽ കൂടെ തന്നെ ഡാമിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഏകദേശം ഇവിടുന്ന് ഡാമിൻ്റെ ഷട്ടർ വരെ ഒരു 1/2 കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ട്. പോകുന്ന വഴിയിലാണെങ്കിൽ ഇതുപോലെ കാണാനുള്ള കാഴ്ചകളാണെങ്കിൽ കുറേ അധികമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡാമിലേക്കുള്ള വോക്ക് വേയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ കയറിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു മഴയ്ക്കുള്ള ഒരു കോളുണ്ട്. അതുകൊണ്ട് ഡാമിൻ്റെ ഷട്ടർ വരെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും പോകുന്നവരം വരെ പോട്ടെ, മഴ പെയ്യാണ് നമുക്ക് തിരിച്ചു വരാമല്ലോ.
കാരാപ്പുഴ ഡാമിൽ നിന്നുള്ള ബോട്ട് സർവീസ് ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉടൻ തന്നെ അത് പുനരാരംഭിക്കുക എന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് 625 മീറ്ററും ഉയരം 28 മീറ്ററുമാണ്. ഇത് 2004 വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. അപ്പോൾ ഗൈസ് മഴ ചാറുന്നതുകൊണ്ട് എന്തായാലും ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗത്തോട്ട് പോകണില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് തിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഇതാണ് കാരാപ്പുഴ ഡാമിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും റിലാക്സേഷനൊക്കെ ചെയ്യാം. കൂടാതെ ഒരുപാട് പാർക്കുകളും അതേമാതിരിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് ഈ കാരാപ്പുഴ ഡാം ഇത്രയും വികസനം നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല, വെറുതെ ഒരു ഡാം കാണുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാരാപ്പുഴ ഡാം ഇവിടെ സന്ദർശിക്കാതെ തിരിച്ചു